തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയപ്പം വൈശാഖ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മമ്മൂക്ക പടം ടർബോ ഇന്ന് റിലീസായിട്ടുണ്ട്. ഞാൻ മലപ്പുറം മല്ലിക പ്ലക്സ് എന്നാണ് ഈ സിനിമ കണ്ടത്. നമ്മളെല്ലാവരും പറയണ പോലെ മലയാള സിനിമയ്ക്ക് ഇത് നല്ല കാലമാണ്, മലയാള സിനിമേന്റെ വസന്തകാലമാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ഒരു ഫ്ലവർ ഷോ തന്നെ നടത്തുന്നുണ്ട് തിയേറ്ററിന്റെ ഉള്ളിൽ. എൻ്റെ മോനെ കിണ്ണം പടം. നിങ്ങൾ ആ പടം കാണാതിരിക്കുന്ന സമയം, നിങ്ങൾ പടം കാണാൻ തിയേറ്ററിലേക്ക് എത്തണം, അതുവരെ നിങ്ങൾക്ക് ഭയങ്കരമായ നഷ്ടമാണ്. ഈ ഒരു സിനിമ എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ മോനെ, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ തിയേറ്റർ കഴിഞ്ഞ് സിനിമ പുറത്തിറങ്ങുമ്പോൾ, ഞാൻ 9 മണിക്കാണ് സിനിമയ്ക്ക് കയറിയത്. ഞാൻ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് മൂവിക്ക്. ഇനിയിപ്പോൾ ഈ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും കൂടെ വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊന്നും ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണില്ല. അപ്പോൾ എത്രയും വേഗം തൊട്ടടുത്തുള്ള തിയേറ്റർ പോയിട്ട് സിനിമ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയി. പിന്നെ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പം സിനിമയിൽ എല്ലാ ഇമോഷൻസും കൂടെയും കടന്നു പോകുന്ന ഒരു മൂവിയാണ്. എല്ലാ ഇമോഷൻസും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് മമ്മൂക്കൊരു ഫ്ലവർ ഷോനെ നടത്തുന്നുണ്ട് എന്ന്. നമ്മൾ ചില സിനിമയൊക്കെ കാണുമ്പോൾ പറയുമ്പോൾ ഇതൊരു ഈ ടൈപ്പ് ഓഡിയൻസിന് പറ്റുന്ന സിനിമയാണ്, ഇത് കുറച്ച് ഒരു ഇന്ന ടൈപ്പ് ഓഡിയൻസിന് പറ്റുന്നതാണ്, ഇത് മമ്മൂക്ക ഫാൻസിന് പറ്റുന്ന സിനിമ മാത്രമാണ്, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മമ്മൂക്ക എന്നല്ല ഏത് നടനെ കുറിച്ചാണെങ്കിൽ അവരെ ഫാൻസിന് പറ്റുന്ന സിനിമയാണ്, അവരെ ഫാൻസിന് എൻജോയ് ചെയ്യുന്ന സിനിമയാണെന്നൊക്കെ പറയും. ഇതങ്ങനെയൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിനിമയിൽ പല ഇമോഷൻസിനെ കുറിച്ചിട്ടും സംസാരിക്കുന്നുണ്ട്. ഫാമിലി, അതുപോലെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഇതിലെല്ലാ ഇമോഷൻസ് കൂടെയും കടന്നു പോകുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. പുറത്ത് ഭയങ്കരമായ മഴ പെയ്യുമ്പോൾ നമ്മളുള്ളിൽ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കും. മമ്മൂക്കാന്റെ എൻട്രി ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കോരി തരിച്ചു പോണ കുറെ സീനുകളുണ്ട് സിനിമയിൽ. നമ്മൾ സാധാരണ പറയണ പോലെ താരനിരകൾ കൊണ്ട് ഭയങ്കര സമ്പന്നമാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിലെ വില്ലൻ RB ഷെട്ടിയാണ്. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ആളൊരു ആക്ടിങ് സ്കില്ലും ആളൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് അഭിനയവും ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയിലും ആള് വില്ലനാണെങ്കിൽ പോലും നമുക്ക് നല്ല ആവേശം കൊള്ളിക്കുന്ന വില്ലനാണ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് വലിയൊരു താരനിര ഉണ്ടെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ബിന്ദു പണിക്കര്, ടോണി ആന്റണി, ദിലീഷ് പോത്തൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ എടുത്തു പറയേണ്ട ആളാണ് തെലുങ്ക് ആക്ടർ ആയിട്ടുള്ള സുനിൽ. ഇതിൽ ഓട്ടോ ബില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണ സുനിൽ. ഈ ഒരാളെ നിങ്ങൾ പല സിനിമ, ഇതിപ്പോൾ ഏതൊക്കെ സിനിമ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. അങ്ങനെ ഓരോരോ ആളുകളും ഇതിൽ ചെയ്തിട്ടുള്ള ഓരോരോ ക്യാരക്ടറും അതിൻ്റെതായിട്ടുള്ള ഒരുപാട്. ശബരീഷ് ഉണ്ട്, ശബരീഷിനൊക്കെ നല്ലൊരു റോളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഈ സിനിമയിൽ ഓരോരോ ക്യാരക്ടർ ആക്ട് ചെയ്തിട്ടുള്ള ആളുകളും അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് തകർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കാനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂക്ക, നമ്മൾ ചിന്തിക്കണം, മമ്മൂട്ടി കമ്പനി ഒരു സാധനവും കൊണ്ടുവരുമ്പം വെറുതെ എന്തെങ്കിലും, നമ്മൾ കേട്ടില്ലേ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ സുമ്മാവാന്ന് ചോദിക്കണം, അല്ലെ മമ്മൂട്ടി കമ്പനി എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പം ആ ഒരു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു ടീമിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു ടീം മൊത്തം, ഈ ഒരു ഇത്രയും വലിയ ടീം, മിഥുൻ മാനുവൽ തോമസ്, വൈശാഖ്, മമ്മൂക്ക കമ്പനി, അങ്ങനെയുള്ള ഒരു വലിയ ടീം ഒരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഒരു 10 ഇരട്ടി സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. തിയേറ്റർ പൂരപ്പറമ്പാക്കാനുള്ള സാധനമുണ്ട്. ഇതൊരു പ്രത്യേക ടൈപ്പ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു, മമ്മൂക്ക ഫാൻസിന് മാത്രമോ അല്ലെങ്കിൽ പ്രത്യേക ടൈപ്പ് ഓഫ് സിനിമകൾ മാത്രം കാണുന്ന ആളുകൾക്കോ ഒന്നും മാത്രമുള്ള ഒരു സിനിമയല്ല. എല്ലാതരം ആളുകൾക്കും കാണാൻ പറ്റുന്ന, എല്ലാതരം ആളുകൾക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം മസ്റ്റ് വാച്ചാണ് മൂവി. നിങ്ങൾ തൊട്ടടുത്ത തിയേറ്ററിൽ പോയിട്ട് തൊട്ടടുത്ത ഷോ തന്നെ കാണണം. മസ്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ മാത്രമുള്ള ഒരു സിനിമ ഉണ്ട്. സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. അത് സ്പോയിലർ ആയാലോ എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കാതിരിക്കുകയാണ്. പിന്നെ സിനിമയിൽ നിന്ന് നിങ്ങൾ വേറൊരാൾ പറഞ്ഞു കാണാതെ സിനിമയെ തിയേറ്ററിൽ പോയിട്ട് അത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഈ സിനിമയിലുള്ളത് മൊത്തം. ഇതിൽ നടനെ കാണിക്കുന്ന സമയത്തും മമ്മൂക്കനെ കാണിക്കുന്ന സമയത്തും വില്ലനെ കാണിക്കുന്ന സമയത്തൊക്കെ ഉള്ള BGM, ഈ ഒരു ഷോട്ടുകൾ എടുത്തിട്ടുള്ള രീതിയിൽ അതിഗംഭീരമായ ആക്ഷൻ സീൻസ് ഉണ്ട്. അതുപോലെ ചേസിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം തിയേറ്ററിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു സിനിമ മസ്റ്റ് വാച്ചാണ്. ഞാൻ വീണ്ടും പറയാണ്, തൊട്ടടുത്ത ഷോക്ക് തന്നെ കയറാൻ നോക്കുക. ഏറ്റവും നല്ലൊരു മൂവി കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ മുന്നേയും പറഞ്ഞിട്ട് ഞാനൊരു നല്ല മമ്മൂക്ക ഫാനാണ്. ആ ഒരു മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് മാത്രം അല്ല ഞാൻ ഈ പറയണത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്കും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണും.